യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. അവിടെ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവസ്നേഹത്തിലും ഒക്കെ വളരുന്നു. അത് വലിയ സന്തോഷമാണ്, ദൈവസ്നേഹത്തിലുള്ള വളർച്ച എന്ന് പറഞ്ഞിട്ടാണ് 9-ാമത്തെ വാക്യം വായിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ഇത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, സഭ കൂടി വരുമ്പോൾ അല്ല, കാണുമ്പോഴല്ല അന്യോന്യം ഓർക്കേണ്ടത്. ഇത് പൗലോസിൻ്റെ വിശ്വാസികളാണോ? ഡയറക്റ്റ് അല്ലല്ലോ, എപ്പപ്രാസിൻ്റെ വിശ്വാസികളല്ലേ. നമ്മൾ പലപ്പോഴും പറയും വേറൊരു സഭയിൽ ഒരു വ്യക്തിക്ക് വേണ്ടി എന്തിന്, എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുതിയേക്കുന്ന ഇടവിടാതെ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഇത് ഒന്ന് വളർന്നു വരുമ്പോൾ ഉടനെ നമ്മളിപ്പം ചെടി പോലെ സൃഷ്ടിയിലെ എല്ലാ കാര്യത്തിലും പിശാചാണല്ലോ ഈ നശിപ്പിക്കുന്നതെല്ലാം. ആരാണ്? ഒരു സാധനം നന്നായിട്ട് വളർന്നു വരുമ്പോൾ അതിനെ നശിപ്പിക്കുന്നത് ആരാണ്? അത് ലോകമനുഷ്യർ വരെ ആരാണ്ട് കണ്ണ് വെച്ചതാ, അങ്ങനെ ഓരോന്നൊക്കെ അന്ധവിശ്വാസം കാണും. എന്ത് കണ്ണ് വെച്ചാലും എന്ത് ദുഷ്ടക്കണ്ണാണെങ്കിലും അതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്നത് എന്തുവാ? പിശാച. ഈ ഒരു സാധനം നന്നായിട്ടൊരു ചെടി കൃഷി വളർന്നു വരുമ്പോൾ അതിന് എന്തും ആയിക്കോട്ടെ, ഞങ്ങൾ പല കൃഷികൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, പച്ചക്കറി കൃഷി ആയിക്കോട്ടെ, റബ്ബർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇച്ചിരി കഴിഞ്ഞാൽ നന്നായിട്ട് വരുന്ന ഇലയിൽ എന്ത് കാണാം? ഇങ്ങനെ പുഴു മേലിൽ കാണത്തില്ല, അത് തപ്പിയെടുത്താലേ കാണത്തുള്ളൂ. ആദ്യം നമ്മൾ കാണുന്നതിൻ്റെ ഇല ഇങ്ങനെ ചുരുങ്ങുന്നത് കാണാം. പൂപ്പ് പോലത്തെ അസുഖങ്ങളുണ്ട്, ഇലയോ എന്തൊക്കെ ചെയ്യാം, ഒന്നുമില്ല. അതൊന്നും അത്യാവശ്യം വലുതാകുമ്പോൾ ഒരു പാരസൈറ്റ് പോലെ ഒരു വള്ളി അങ്ങോട്ട് കയറുന്ന കാണാം. എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഒരു സാധനത്തിനെ വളരുവാൻ അനുവദിക്കത്തില്ല. അപ്പം നശിപ്പിക്കുന്നത് എപ്പോഴും ഒരു സഭ നന്നായിട്ട് അങ്ങോട്ട് ആത്മീയമായിട്ട് ഐക്യതയിൽ, അതാണ് അതിൻ്റെ പ്രധാന കാര്യം. എന്തുവാണ്? ഐക്യതയിൽ വളർന്നു വരുമ്പോൾ പിശാച് അവിടെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ചെയ്യും. അത് ആദ്യകാലം തൊട്ട് ചെയ്തു. ഗലാത്യ സഭയോട് പറയുന്നില്ലേ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് ആ ക്രൂശിൻ്റെ വചനത്തിൽ നിന്ന് ആരാ മാറ്റിക്കളഞ്ഞത്? പരിശുദ്ധാത്മാവല്ലല്ലോ. പരിശുദ്ധാത്മാവ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമോ? ഇല്ല. അപ്പം പിന്നെ ആരാ? ദുരാത്മാവാ. അതിനോടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? സഭ ഒന്നിച്ച് നിൽക്കണം. നമ്മളൊരു ടീമായതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് വി ആർ ടുഗെദർ. അതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്തുവാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് പ്രാർത്ഥിക്കാം. പൗലോസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനാ? നിങ്ങൾ പറ. ആ സ്റ്റഡി ഗ്രോത്ത് ഇല്ലേ? ഇന്നത്തെക്കാൾ കൂടുതൽ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം, അതിലൊരു വളർച്ച ഉണ്ടാക്കണം. പൗലോസ് ഇവർക്ക് വേണ്ടി കാറിന് വേണ്ടിയും വീടിന് വേണ്ടിയും വിസായ്ക്ക് വേണ്ടി ഒന്നും അല്ല പ്രാർത്ഥിക്കുന്നത്. പൗലോസ് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്ന ഭൗമിക നന്മയ്ക്ക് വേണ്ടിയല്ല. നിങ്ങൾ ഈ ഭൗമിക നന്മ മുഴുവൻ കിട്ടിയിട്ട് സ്വർഗം നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമെന്ന് കർത്താവ് തന്നെ ചോദിക്കുന്നില്ല. ആത്മീയമായിട്ട് വളരും. അപ്പം നമ്മൾ എന്തുവാണ്? കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അവരുടെ ഭൗമിക വിഷയങ്ങൾ കർത്താവെ ക്ഷീണം വരാതെ അവരെ കരുതണമെന്നൊരു വാക്കിൽ പറഞ്ഞു പോകുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ ഇന്ന സഹോദരൻ. നമുക്ക് അങ്ങനെ സ്പെസിഫിക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ആരും കയ്യൊന്നും പൊക്കണ്ട, നമ്മൾ തന്നെ ശോധന ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് പകൽക്കാലം ഒരു തീരുമാനം എടുക്കാം. ഓരോ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഏതൊക്കെ വിഷയങ്ങൾ. അതിന് കുടുംബത്തിൻ്റെ അകത്തുള്ള വിഷയമായിരിക്കും, പുറത്തുള്ള വിഷയങ്ങളായിരിക്കും, പലവിധ ജോലിയിലുള്ള വിഷയങ്ങളായിരിക്കും. അങ്ങനെ ഓരോ കുടുംബത്തെ ഓർത്ത് സ്പെസിഫിക്കായിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയും. എന്നിട്ട് നമ്മളെങ്ങനെയാണ് 10, 11, 12, 13 ഒക്കെ ഒന്നിച്ചാണ് പോകുന്നത്. ഇത് എഫേസ്യ ലേഖനത്തിലുണ്ട് ഇതുപോലത്തെ വാക്യങ്ങൾ. അതുപോലെ തന്നെയാണ് കൊലോസ്യ ലേഖനത്തിൽ. ചെറിയ ഡെപ്തല്ല, ഭയങ്കര ഡെപ്താണ്. അതിങ്ങനെ അങ്ങ് കണ്ടിന്യൂവേഷനായിട്ട് അങ്ങ് പോകുക. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്ത് പഠിച്ചാലേ പറ്റൂ. അതിൻ്റെ അകത്ത് ഒരു പ്രോബ്ലം ഈ കൊലോസ്യ ലേഖനത്തിനകത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, ഈ ആഴ്ചയുമുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും വാക്യത്തിൻ്റെ ഓർഡേഴ്സിന് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇവിടെ 9, ഇവിടെ 11 എങ്കിലും നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 10-ാമത്തെ വാക്യം വായിച്ചാൽ പൂർണ്ണ പ്രസാദം കേട്ടല്ലോ. ഇനി അടുത്തത് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണമെന്ന്. സർവ്വജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിലുള്ള പരിജ്ഞാനത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം? സകല നിറഞ്ഞ്. 2 ടേമാണ്. നിറവ് ഒരല്പം 20% സന്തോഷിക്കത്തില്ല കർത്താവ്. 100% നിറഞ്ഞു വരണം. സകലത്തിലും, എവറി നോളജ്, സകലത്തിലും നിറഞ്ഞു വരണം. എന്നിട്ട് സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച്
ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. യെസ്, ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. സകല സൽപ്രവൃത്തിയിലും എന്ത് ചെയ്യണം? ഫലം കായ്ച്ച്. അപ്പം ഇവിടെ ഒത്തിരി വിഷയങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ദൈവത്തിന് എന്ത് ചെയ്യണം? പൂർണ്ണ പ്രസാദമായി തീരണം. ഫുള്ളി പ്ലീസിങ് ഹെം. കൊലോസ്യ ലേഖനത്തിലുണ്ട്, എഫേസ്യ ലേഖനത്തിലൊക്കെ ഉണ്ട്. ഇതെന്തിനാണ് അപ്പോസ്തലൻ സഭയ്ക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ എങ്ങനെ ഉണ്ടാകണം? നമ്മളെല്ലാവരും ദൈവത്തിന് ദൈവം പറയണം. യേശുവിനെ പറ്റി മാത്രമേ നമുക്കങ്ങനെ ബൈബിളിൽ കേട്ടിട്ടുള്ളൂ. ഇവൻ എൻ്റെ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ തികവോടുകൂടി ദൈവപുത്രനാ യേശു ആയതുകൊണ്ട് അതുപോലെ ഞാൻ വളരണം. യേശുവിനെ പോലെ ഞാനാകുമ്പോൾ ദൈവം എന്നെപ്പറ്റിയും പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രി, ഇവൻ എൻ്റെ പ്രിയ. ഈ ആത്മീയ ഓട്ടം മരുഭൂമി യാത്രയുടെ അവസാനമാണ് കർത്താവ് ആ ഓട്ടം തികഞ്ഞോ എന്നൊക്കെ നോക്കി കർത്താവ് അത് പറയുന്നത്. എങ്കിലും സ്തോത്രം, നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമാകണം. നമ്മുടെ കുടുംബം ഈ വ്യക്തിപരമായിട്ട് പണി നടന്നു കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റെപ്പ് പണി എങ്ങോട്ടാണ് പോകേണ്ടത്? ആസ് എ ഫാമിലി. നമ്മുടെ കുടുംബം, നമ്മൾ എല്ലാവരും അന്യാരാധനയുള്ള ദേശത്തായിരിക്കുന്നില്ലേ? വളരെ അന്യാരാധനയുള്ള അവരുടെ അന്യാരാധന ഇങ്ങനെ വർദ്ധിച്ചു വരും. അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രയേലിൻ്റെ ക്യാമ്പിലുണ്ടായിരുന്നു. അവർ താമസിച്ച സ്ഥലത്ത്, അവരുടെ ഭവനത്തിലുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? അവരുടെ മധ്യത്തിൽ ദൈവം, ഗോഡ് ഡ്വെൽറ്റ് ഇൻ ദ ക്യാമ്പ്സ് നമ്മൾ കണ്ടു. അപ്പം നമ്മുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ ഷക്കീന ഇറങ്ങി വരണേ. അതിപരിശുദ്ധ സ്ഥലത്ത് മാത്രം ഇറങ്ങി വന്നുകൊണ്ടിരുന്ന ഷക്കീന അത് ഓർക്കണം. ഇതങ്ങനെ എല്ലായിടത്തും ഇറങ്ങി വരത്തില്ല. അല്പം ലോകമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഷക്കീന എന്ത് ചെയ്യത്തില്ല? ഇറങ്ങി വരത്തില്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല, ആ ദൈവത്തിൻ്റെ പോളിസീസിനും മാറ്റമില്ല. അപ്പം നമ്മുടെ ഭവനത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരണമെങ്കിൽ നമ്മളെങ്ങനെ ആയിരിക്കണം? നമ്മളെല്ലാവരും അതിന് യോഗ്യമാവണ്ണമായിരിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് അത് ഭവനത്തിൽ ആ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യണം. അത് എന്തൊക്കെ നമുക്കതിനെപ്പറ്റി ചെയ്യാം. ഒരാളുടെ കുറവ് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ മക്കളെ ആയിരിക്കും, അല്ലെങ്കിൽ ആരുടെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടായിരിക്കും. കുറവ് പറയുമ്പോൾ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഇച്ചിരി എന്തുവാണ്? പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉണ്ട്, ഈഗോ പ്രോബ്ലം എന്നൊക്കെ അതിന് പറയും. അങ്ങനെയൊന്നും ഞാൻ സമ്മതിച്ചു തരത്തില്ല, അങ്ങനെയൊന്നും ഞാൻ തെറ്റും ചെയ്തിട്ടില്ല, ഞാനല്ല പ്രശ്നക്കാരൻ എന്ന് നമ്മൾ പറഞ്ഞു പോകുമെങ്കിലും, അല്ല നമ്മുടെ ജഡം പറയിപ്പിക്കുമെങ്കിലും, മിണ്ടാതെ പോയി മുറിക്കകത്തോട്ട് പോയി കഥ പഠിച്ച് കർത്താവിനോട് ചോദിക്കണം, കർത്താവേ ശരിക്കും ഞാനാണോ പ്രശ്നം? ശരിക്കും എവിടെയൊക്കെ എൻ്റെ ജീവിതത്തിൽ മാറ്റമോ? അങ്ങനെ ഒരു നമുക്ക് ദൈവത്തോട് കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു നല്ല അടുപ്പം വേണം. എന്നാൽ മാത്രമേ അവന് പൂർണ്ണ പ്രസാദമായിട്ട്, ആരെ മാത്രമേ നമുക്ക് ബൈബിളിൽ കാണുന്നുള്ളൂ പൂർണ്ണ പ്രസാദമായിട്ട് ജീവിച്ചു? ഹാനോക്ക്, പഴയ നിയമം ഒരു ഭക്തനുണ്ടല്ലോ, ഇയ്യോബുണ്ട്. ഹാനോക്കിനെ പറ്റി എല്ലാ നാളും ഓൾ ദ ഡേയ്സ് ഓഫ് ഹിസ് ലൈഫ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. എബ്രായ ലേഖനം ഉൽപ്പത്തിയിലും എഴുതിയിട്ടുണ്ട്, ഞാൻ എബ്രായ ലേഖനത്തിൽ നിന്ന് വായിക്കാം. ഹീബ്രൂ ചാപ്റ്റർ 11 verse 5. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അവൻ എടുക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധി ചെന്നപ്പോഴല്ല, എടുക്കപ്പെടുന്നതിന് മുമ്പേ ഈ ലോകത്തിലായിരുന്നപ്പോഴേ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് കർത്താവിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയേക്കുന്ന ഹി വാക്ക് വിത്ത് ദ ലോർഡ് ഓൾ ദ ഡേയ്സ് ഓഫ് ഹിസ് ലൈഫ്. അവൻ്റെ ജീവിതത്തിലെ എല്ലാ നാളും, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം എടുക്കണ്ട, ഹാനോക്ക് ദൈവത്തോടുകൂടി തൻ്റെ ജീവിത നാളുകളെല്ലാം എല്ലാ ദിവസവും ദൈവത്തോടുകൂടി നടന്നു. ഹി വാക്ക് വിത്ത് ദ ലോർഡ് ഡെയിലി. അതൊരു വലിയൊരു അടുപ്പം, ആ പ്രസാദം. എങ്കിൽ മാത്രമേ നമ്മൾ പറയും ഐ എം വാക്കിംഗ് വിത്ത് ജീസസ്, ഞാൻ ദൈവത്തോടു കൂടിയാണ് നടക്കുന്നത്. അങ്ങനെ ആണോ? ഇനി ഞായറാഴ്ച മാത്രം അങ്ങനെ ആണെങ്കിൽ പോലും മറ്റുള്ള ദിവസവും അങ്ങനെ ആണോ? ഇവിടെ എന്തോ ഹാനോക്കിനെ പറ്റി പറയുന്നു, ഓൾ ദ ഡേയ്സ് ഓഫ് ഹിസ് ലൈഫ്, അവൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും. അപ്പം നമ്മൾ ദൈവത്തെ എത്ര സന്തോഷം കൂടിയിട്ട് കർത്താവ് എന്ത് ചെയ്തു? മോനെ, സാധാരണ ആൾക്കാർ പോകുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് വേണ്ട മോനെ പോരാന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ദൈവത്തോടു കൂടി നടന്നു. ദൈവം അവനെ വിളിച്ചു. കർത്താവുമായിട്ടുള്ള ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്നും. ഈ ഒരു കൂട്ട്, ഈ ഒരു ഫെലോഷിപ്പിന് ഇങ്ങനെയുള്ള ആത്മീയ കൂട്ടായ്മ എന്ന് മാത്രമല്ല, പഴയ ഇംഗ്ലീഷിലൊക്കെ നമ്മുടെ കൂട്ടുണ്ടല്ലോ, ഫ്രണ്ട്ഷിപ്പിന് നമ്മൾ എന്ത് പറയുമായിരുന്നു? ഫെലോഷിപ്പ് എന്ന് പറയും. അപ്പം നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പ് ആരുമായി തീരട്ടെ? യേശുവുമായിട്ട് ആ നല്ല അടുപ്പത്തിലേക്ക് വരുവാണ്. പിന്നെ നമുക്ക് ഈ ലോകത്തിൻ്റെ വിഷയമൊന്നും വലുതല്ല,
തൽക്കാലം ജീവിക്കുമ്പോൾ ചെയ്യേണ്ട പല കാര്യങ്ങൾ ചെയ്യുന്നു, ചെയ്താലും ചെയ്തില്ലേലും എൻ്റെ യേശുവുമായിട്ടുള്ള ബന്ധം. അങ്ങനെ ഒരു അടുപ്പത്തിലേക്ക് വരുവാൻ നമുക്കിവിടെ നല്ലൊരു മാതൃകയാണ് ഹാനോക്കില്ലേ. നമ്മൾ ദൈവത്തോടു കൂടി നടക്കണമെങ്കിൽ ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന, കല്യാണത്തിനൊക്കെ ഞങ്ങളെപ്പോഴും ഓർപ്പിക്കുന്ന ഒരു ഉദാഹരണം കൂടെ, രണ്ട് പേര് ഭാര്യ ഭർത്താവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ രണ്ട് കൂട്ടുകാരായിക്കോട്ടെ, അത് ബൈബിളിനകത്തും എഴുതിയിട്ടുണ്ട്. രണ്ട് പേര് ചേർന്ന് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ കാര്യത്തിലും അവർക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാതെ ചേർന്ന് നടക്കണം. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് നടക്കുക, ആ കൂട്ടുകാരന് ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ എന്ത് ചെയ്യത്തില്ല. ഞാൻ ആ കൂട്ടുകാരന് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്താൽ ആ കൂട്ടുകെട്ട് അന്ന് എന്തുവാ? കട്ട്. അപ്പം യേശുവുമായിട്ട് നടക്കുമ്പോൾ യേശു എന്തുവായാലും എൻ്റെ സ്വഭാവം അനുസരിച്ച് കർത്താവിന് മാറാൻ പോകുന്നില്ല. പിന്നെ കർത്താവ് മാറാത്തവനാണ്. ഫ്രൈസോ. അപ്പം പിന്നെ ആര് മാറിയാലേ പറ്റൂ? ആരാണ് മാറേണ്ടത്? കാര്യം യേശുവിൻ്റെ കൂടെ അല്ലേ ഞാൻ ജീവിക്കേണ്ടത്. യേശു അല്ലേ ഭവനം ഒരുക്കുന്നത്, യേശുവിൻ്റെ മണവാട്ടിയല്ലേ, മാറേണ്ടതും ഞാനാണ്. അപ്പോൾ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ ഒത്തിരി മാറ്റം. അപ്പോൾ ദൈവത്തിന് എന്തുവാ പ്രസാദം, ദൈവത്തിന് എന്തുവാ പ്രസാദമല്ലാത്ത പല വിഷയത്തിനും നമ്മൾ പല ദൈവമക്കളോട് ബൈബിൾ ഇന്നതാ പറയുന്നതെന്ന് പറയുമ്പോൾ അവർ പറയാം ഭയങ്കര തർക്കമാണ്. അതങ്ങനെ, അതിങ്ങനെ, അത് കുഴപ്പമില്ല, ഇങ്ങനാകാമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? കർത്താവിനോട് അങ്ങ് ചോദിക്കണം. അപ്പോൾ ഓരോ വിഷയത്തിലും നമുക്കൊരു ക്ലാരിറ്റി വെക്കും. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. എഫേസ്യ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. എഫേസ്യൻ ചാപ്റ്റർ 5:10. എഫേസ്യർ 5:10. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളും. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. 2-3 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാം. ദൈവത്തിന് എന്ത് പ്രസാദമെന്ന്, നോ വാട്ട് പ്ലീസസ് ഗോഡ് ഇല്ലേ. ദൈവത്തിന് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതും നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. ഈ രക്ഷിക്കപ്പെട്ടിട്ട് 10 വർഷമായി, സ്നാനപ്പെട്ടിട്ട് 20, 30, 40 വർഷമായി, തലമുറകളായിട്ട് ഞങ്ങൾ വിശ്വാസികളാണെന്നൊക്കെ ഹുങ്ക് പറയുന്ന ദൈവമക്കളുണ്ടല്ലോ. എനിക്കും അങ്ങനെ പറയാനൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആദ്യം നമ്മൾ എന്ത് കർത്താവുമായിട്ടുള്ള ഈ ബന്ധത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട സമയം തൊട്ട് എത്ര വർഷമൊന്നും കർത്താവിന് വിഷയമല്ല. ശരിക്കും രൂപാന്തരം വന്ന് സമർപ്പിച്ച ദിവസമാണ് യേശുവുമായിട്ട് ബന്ധം തുടങ്ങിയ ദിവസം. അല്ലാതെ ആരെങ്കിലും പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ദിവസവും ആയിരിക്കത്തില്ല. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ശരിക്കും ഒരു ബന്ധം ഉണ്ടാകുന്നത്. ആ ബന്ധം ഉണ്ടാകുന്ന ദിവസമാണ് ശരിക്കും ഞാനും എൻറ്റേർഡ് ഇൻ ടു എ റിലേഷൻഷിപ്പ് എന്നൊക്കെ ലോകം പറയുമല്ലോ. എന്ന് പറഞ്ഞാൽ യേശുവുമായിട്ടൊരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധമുണ്ടായ ആ ദിവസമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ ദിവസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈബിൾ പറയുന്നു, നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ ആ ഭാഗ്യമേറിയ ദിവസം തൊട്ട് ഞാൻ യേശുവിനോട് നടക്കുമ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാം. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്ത് ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്തറിയണം, ഇഷ്ടമല്ലാത്തത് എന്ന് ഞാൻ അറിയണം. അത് മസ്റ്റാണ്. അപ്പം പിന്നെ വേറെ പാസ്റ്ററിനോടോ വേറെ ആരോടോ വേറെ കുടുംബത്തോടോ ഒന്നും തർക്കിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം എൻ്റെ ഈ യാത്രയിൽ കർത്താവ് എന്നോട് വ്യക്തമാക്കി എൻ്റെ ജീവിതത്തിലെ ഒരു വിഷയം ദൈവത്തിനത് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? മാറ്റിയാലേ പറ്റും. എനിക്ക് അതിനുള്ള ബലമില്ല. കർത്താവേ ബലം തരണമേ. മനുഷ്യരെന്ത് പറയും? കൃപ തരണമേ. അപ്പോൾ കുറച്ച് മനുഷ്യരൊന്നും പറയുന്നില്ല. നീ പറഞ്ഞാലും അതെന്നെ ഏൽക്കുന്നില്ല. എന്നാൽ ഞാൻ ആ തീരുമാനത്തിൽ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അങ്ങനെ നമ്മൾ വളരുന്നത്. നമുക്കൊരു ഭയമുണ്ട്, മനുഷ്യൻ എന്തു പറയും. നമുക്കൊരു ഭയമുണ്ട്, ഞാൻ ഒറ്റപ്പെടുമോ, ജോലി പോകുമോ, ഞാൻ സത്യത്തിന് വേണ്ടി നിന്നാൽ പ്രശ്നമാകുമോ, കുടുംബത്തിൽ പ്രശ്നമാകുമോ. നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് വിചാരിക്കുന്നതോ അത് കർത്താവ് ആ കേസൊക്കെ നന്നായിട്ട് അങ്ങ് ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ ഞാനെന്ത് വൈ ഷുഡ് ഐ വെറി? ദൈവം എന്നെ സഹായിക്കുന്നു വളരുവാൻ. സ്വതന്ത്രം. അപ്പോൾ ദൈവത്തിന് പ്രസാദം ഇഷ്ടമല്ലാത്തത് തീരുമാനമെടുത്ത് ജീവിതത്തിൽ നിന്ന് അതിന് അയ്യോ ഞാൻ ആയിട്ടില്ല, 5 വർഷം പ്ലാൻ, 10 ഒന്നും വേണ്ട. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ദൈവകൃപയിൽ നിന്ന് മാറിപ്പോകും. റിയലി അനേകരങ്ങനെ ദൈവം അവരോട് ഇടപെട്ടിട്ട് അവർ തീരുമാനമെടുക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് തന്നെ മാറിപ്പോയി, ആ സന്തോഷത്തിൽ നിന്ന് മാറിപ്പോയി, അവസാനം ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ പോയി പോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ നാളുകളിലെ ശുശ്രൂഷയ്ക്ക്. അത് നമ്മൾ അങ്ങനെ ആരും ആയിത്തീരല്ലേ. സ്തോത്രം. അവിടെ കർത്താവ് ഇടപെട്ട് കഴിഞ്ഞാൽ ടേക്ക് ഡിസിഷൻ, തീരുമാനമെടുക്കുവാൻ നമ്മൾ വായിച്ചപ്പോൾ അതിൻ്റെ 10ഉം 11ഉം പറഞ്ഞ് ഇതാണ് വെളിച്ചത്തിൻ്റെ സ്വഭാവം. ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾ, ഡോണ്ട് ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഇറ്റ്. അത് വ്യഭിചാരമോ കൊലപാതകമോ മാത്രമല്ല. നിഷ്ഫല പ്രവൃത്തി എന്ന് പറയുമ്പോൾ സ്വർഗരാജ്യത്തിന് പ്രയോജനമില്ലാത്ത ചുമ്മാതുള്ള ബ്ലാബ്ല, ചുമ്മാതുള്ള എന്തൊക്കെ സംസാരമായിക്കോട്ടെ, ചിന്തയായിക്കോട്ടെ, കുറേ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ സ്വർഗരാജ്യത്തിന് പ്രയോജനമുണ്ടോ? നോ.
യേശുവിന് അല്പമെങ്കിൽ പ്രയോജനമുണ്ടോ? ഞാൻ യേശുവിന് വേണ്ടി ചെയ്യേണ്ട ശുശ്രൂഷയ്ക്ക് അത് ഏതെങ്കിലും രീതിയിൽ എന്നെ ബെനിഫിറ്റ് ചെയ്യുമോ? അങ്ങനത്തെ പ്രവൃത്തിയിൽ നിന്ന് എന്ത് ചെയ്യണം? വാട്ട് എവർ അൺഫ്രൂട്ട്ഫുൾ വർക്ക്സ് ഓഫ് ഡാർക്ക്നെസ് അതെന്നെ വെളിച്ചത്തിലേക്ക് സഹായിക്കുന്നില്ലെങ്കിൽ, അതിനെ യേശുവിനോട് അടുക്കുവാൻ, സ്വർഗത്തോട് അടുക്കുവാൻ സഹായിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോലും അറിയാതെ അതെന്നെ ക്ഷീണിപ്പിക്കുന്നുണ്ട്. ആ ഒരു വിഷയത്തിലേക്കുള്ള ആഗ്രഹം, ആ ഒരു വിഷയത്തിലേക്കുള്ള എന്തോ അത് തരുന്ന, ലോകം തരുന്ന ഒരു സന്തോഷം അതെന്നെ ക്ഷീണിപ്പിക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ എനിക്ക് ബലം തരണമേ ആ വിഷയത്തിൽ നിന്ന്. അപ്പം അന്ധകാര നിഷ്ഫല പ്രവൃത്തികൾ അതിനോട് കൂട്ടാളിയാകല്ലെന്ന് മാത്രമല്ല, അതിനി ആരുടെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ചിലർ ഭയങ്കര ഡിപ്ലോമാറ്റിക്കാണ്. അയ്യോ ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിനകത്ത് പോലും ഞാനൊരു വിഷയം പറഞ്ഞിട്ട് എന്തിനാ ഒരു കുടുംബത്തിലൊരു പ്രശ്നം, അതുകൊണ്ട് ഞാനങ്ങ് മിണ്ടാണ്. അതിന് ഭാര്യയോടായിക്കോട്ടെ, ഭർത്താവിനായിക്കോട്ടെ, പിള്ളേരോടായിക്കോട്ടെ, ഞാൻ പറയുമ്പോഴൊക്കെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ അത് അവർ ഏറ്റെടുക്കുന്നില്ല, അല്ലെങ്കിൽ 2 ദിവസം പിണങ്ങിയിരിക്കുന്ന, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? അതിൻ്റെ അർത്ഥം എന്തുവാ? ഞാനും ആ തെറ്റിൻ്റെ അകത്ത് കൂട്ട് നിൽക്കുക. ബൈബിൾ എന്തുവാ പറയുന്നത്? അതിനെ എങ്ങനെയാണ് ഈ പിശാചിനെ ശാസിക്കുന്നത്? അങ്ങനെ ബഹളം ഉണ്ടാക്കി മത്സിക്കുകയൊന്നും ചെയ്യണ്ട. പക്ഷേ ബൈബിൾ എന്തോ പറയുന്നു? റെബ്യൂക്ക് ഇറ്റ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റെബ്യൂക്ക്? അല്ലെങ്കിൽ ശാസിക്കുക. അതിനെ ബ്രിങ് ഇറ്റ് ടു ലൈറ്റ് എന്നാണ് ചില ട്രാൻസ്ലേഷൻസ് എഴുതിയിരിക്കുന്നത്. അതിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ. അതങ്ങനെ ഇരുട്ടിൽ മറന്ന ആ പാപം അല്ലെങ്കിൽ ആ ദൈവത്തിന് പ്രസാദമുള്ള കാര്യത്തിൽ അതിൽ കണ്ടിന്യൂ ചെയ്യേണ്ട. ബ്രിങ് ഇറ്റ് ടു ലൈറ്റ്. ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ വെച്ചത് കുടുംബമാണെങ്കിലും സഭയിലെ 2 സഹോദരങ്ങളാണെങ്കിലും അത് ഡിസ്കസ് ചെയ്യുക, അത് വെളിച്ചത്തിൽ കൊണ്ടുവരിക. സഹോദര സഹോദരി കുടുംബമേ, അത് വേണ്ട, നമുക്ക് ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയാൽ, നമ്മുടെ സഭയിൽ നിന്ന് പോയാൽ, നമ്മൾ ചെറിയ ചെറിയ തീരുമാനങ്ങളൊക്കെ, വലിയ പാടുള്ള തീരുമാനങ്ങളൊന്നും അല്ല, എന്തെങ്കിലും ഒന്നുകൂടെ നമുക്കൊന്ന് ഡിസിപ്ലിൻ ചെയ്യാം, ഒന്ന് കറക്റ്റ് ചെയ്യാം, വരുന്ന ആൾക്കാർക്ക് അതൊരു എൻകറേജ്മെൻറ്റായി തീരുമെന്ന് സഭയായിട്ട് നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്തിനാണ്? ടു ബി ബെറ്റർ, ഇല്ലേ? എല്ലാത്തിലും അതിൻ്റെ ഫ്രൂട്ട്ഫുള്ളായി തീരുവാൻ, അതിൻ്റെ ഔട്ട്പുട്ട് നന്നായി തീരുവാൻ. അങ്ങനെ തന്നെ നമ്മുടെ കുടുംബ വിഷയങ്ങളും വ്യക്തിപരമായ വിഷയങ്ങൾ ആരോടാണ് ഡിസ്കസ് ചെയ്യേണ്ടത്? ചിലപ്പം കുടുംബത്തോട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ മുട്ടുമേ ഇരുന്നിട്ട് എൻ്റെ കർത്താവിനോടാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ കർത്താവ് അതിനുള്ള ആലോചന തരും. ദൈവസന്നിധിയിൽ നമുക്ക് തീരുമാനമെടുക്കുവാൻ പറ്റും. അപ്പോൾ ഫുള്ളി പ്ലീസിങ് ഹിം. ബൈബിളിൻ്റെ അകത്ത് ഒത്തിരി സ്ഥലത്താണ് എഴുതിയിരിക്കുന്നത് ദൈവത്തിന് പ്രസജനവാക്യങ്ങളൊന്നും എടുക്കുന്നില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിനകത്ത് എടുക്കണ്ട. അവിടെ എഴുതിയിരിക്കുന്നത് ജഡസ്വഭാവമുള്ളവർ, ദോസ് ഹു ആർ ഇൻ ദ ഫ്ലഷ് കനോട്ട് പ്ലീസ് ഗാഡ്. ജഡസ്വഭാവമുള്ളവർ ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാൻ, നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ജഡീക സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമല്ല. അത് എൻ്റെ ജീവിതമാണേലും നിങ്ങളുടെ ജീവിതമാണ്. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് എന്ത് ചെയ്യണം? നോക്കണം, നമ്മളെ തന്നെ എക്സാമിൻ ചെയ്യണം. പിന്നെ അടുത്തൊരു വാക്യത്തിൽ എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ ഒത്തിരി വാക്യങ്ങളുണ്ട് ബൈബിളിൽ. യു കനോട്ട് പ്ലീസ് ഗോഡ്. ഇങ്ങനെ അല്ലെങ്കിൽ, ഇങ്ങനെ ആയില്ലെങ്കിൽ യു കനോട്ട് പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പാൻ ആ വാക്യങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. ദൈവം പറഞ്ഞാൽ പിന്നെ അതിനൊരു മാറ്റവുമില്ല. നമ്മൾ അതിലൊന്നും ക്രമീകരണം പ്രാപിക്കാതെ വി ആർ ട്രൈങ് ടു പ്ലീസ് ഗോഡ്, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. ദൈവം മൈൻഡ് ചെയ്യുന്നില്ല ആ വിഷയം. ആദ്യം എന്ത് ചെയ്യുക? ബിബ്ലിക്കൽ സ്തോത്രം, ഹല്ലേലൂയ, വചനപ്രകാരം നമ്മളെ തന്നെ ഒന്ന് പണിയുക. സ്തോത്രം. ഗലാത്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ അധ്യായം അതും എടുക്കുന്നില്ല. 1:10 അവിടെ എഴുതിയിരിക്കുന്നത്, നീ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. എന്നിട്ട് പൗലോസ് തൻ്റെ അവസ്ഥ പറയുക, ഞാൻ ഇന്നും മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ദൈവദാസനായി തീരുവാൻ കഴിയത്തില്ല. തൻ്റെ എക്സാമ്പിൾ പറയാം. അപ്പം ഇത് പ്രസംഗിക്കുന്നവരെന്ത് ചെയ്യണം? ആദ്യം ഇത് അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? വേണം. മനുഷ്യനെ ദോസ് ഹു പ്ലീസ് മാൻ കനോട്ട് പ്ലീസ് ഗോഡ്. ജോലി സ്ഥലത്തായിക്കോട്ടെ, പിള്ളേർക്ക്, ചെറുപ്പക്കാർക്ക് പഠിക്കുന്ന സ്ഥലത്തായിക്കോട്ടെ, നമ്മൾ ഓരോ താമസിക്കുന്ന സ്ഥലത്ത്, നമ്മുടെ അസോസിയേഷൻ, നമ്മുടെ അയൽവക്കക്കാരായിക്കോട്ടെ, അവരെ സന്തോഷിപ്പിക്കണോ യേശുവിനെ സന്തോഷിപ്പിക്കണോ? അവരോട് പിണങ്ങാനൊന്നുമല്ല എൻ്റെ അർത്ഥം, സ്നേഹത്തോട് തന്നെ ഇടപെടണം. പക്ഷേ എനിക്കൊരു പ്രമാണമുണ്ട് ബ്രദറെ, സഹോദര സഹോദരി, എനിക്ക് അതുകൊണ്ട് പറ്റത്തില്ല, നിങ്ങളോട് ഈ വിഷയത്തിന് കൂടുവാൻ ബൈബിൾ എന്നെ അനുവദിക്കുന്നില്ല. ബൈബിളാണ് ഐ ലിവ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. അതിന് വണ്ടിയിൽ സ്റ്റിക്കറൊന്നും ഒട്ടിച്ച് വെക്കണ്ട, ഞാൻ വചനപ്രകാരം ജീവിക്കുന്ന. ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഇതാണ് എൻ്റെ പ്രമാണം.
ഞാൻ തന്നെ ചില സമയത്തെ ഈ വല്ലാതെ ഓവർടേക്കൊക്കെ ചെയ്യും, വല്ലാതെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പഴയ സാംസറൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് പൊങ്ങി വരും. അവനെ അങ്ങനെ വിട്ടാൽ ചെയ്ത് ഒന്ന് ഓവർടേക്ക് ചെയ്ത് അപ്പോൾ ഉടനെ ഞാൻ ചിന്തിക്കും, എൻ്റെ പുറയിൽ എന്തോ എഴുതിയിരിക്കുന്നത്, വണ്ടിയുടെ പുറയിൽ വലിയ അക്ഷരത്തിൽ അക്ഷരത്തിൽ യേശു വിശ്വസിക്കുക, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ എഴുതിയിരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത് കാണിച്ചാലല്ലേ പറ്റൂ. ഞാൻ യേശുവിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ബാനറാക്കി നിന്ന് യേശുവിനെ കാണിക്കും, പിന്നെ ഈ പണി എനിക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തന്നെ എന്ത് ചെയ്യും, എന്നെ തന്നെ ഒന്ന് അതിൻ്റെ ജഡത്തെ ഒന്ന് നടക്കുന്ന കാര്യം, ഉള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്, ഇല്ലാത്ത കാര്യമൊന്നും ഞാൻ പറയാം. അപ്പം അതുകൊണ്ട് അവിടെ സ്റ്റിക്കറും ബാനറും വീട്ടിലും വെളിയിലൊക്കെ ഒട്ടിച്ചുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഞാൻ ലിവ് അക്കോർഡിംഗ് ടു ദ ബൈബിൾ, ഹോളി ബൈബിൾ, നല്ലതാണേ. അപ്പോൾ എന്തെങ്കിലും അതിന് വിരുദ്ധമായിട്ട് ചെയ്യുവാൻ തോന്നുമ്പോൾ ആൾക്കാർ തന്നെ ചോദിക്കും, ഞാൻ വല്ലാതെ ദേഷ്യപ്പെട്ട ആൾക്കാർ എന്നോട് ചോദിക്കും, എന്തോട് യേശുവിൻ്റെ സ്നേഹത്തെ പറ്റിയല്ലേ എഴുതിയിരിക്കുന്നത്, എന്നിട്ടാണോ നിങ്ങൾ ദേഷ്യപ്പെടുന്നത്? മനുഷ്യർ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുന്നു, ഒന്ന് നല്ലതാണ്, ഇറ്റ്സ് ഗുഡ്. സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ പത്രമായി തീരണ്ടേ, അതുകൊണ്ട് വചനപ്രകാരം തന്നെ ജീവിക്കുക, അത് നല്ലതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഫുള്ളി പ്ലീസിങ് ഹിം. ഒരു 2 തിമോത്തിയോസിൽ എഴുതിയിരിക്കുന്ന ഒരു പടയാളിയായിട്ട്, ഒരു സോൾജിയറായിട്ടാണ് കർത്താവ്. നമ്മളൊരു വിശ്വാസിയായിട്ടല്ല. നമ്മൾ വിചാരിക്കും പ്രിയ മക്കൾ ഒരു കുഞ്ഞായിട്ടൊന്നുമല്ല, നമ്മളെ നല്ലപോലെ ട്രെയിൻ ചെയ്യുന്ന എന്തിനാണ് കർത്താവ്? ടു ബി എ സോൾജർ, ഇല്ലേ? ഈ സോൾജർ നല്ലപോലെ ഫുഡ് അടിച്ച് വീട്ടിൽ ഇരിക്കുവാണോ? അപ്പോൾ ഈ ഫുഡൊക്കെ ഇവർക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ ഗവൺമെൻറ്, ഞാൻ പറഞ്ഞില്ല, അവരുടെ ന്യൂട്രീഷനിസ്റ്റും ഡയറ്റീഷ്യനും അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന, അവർ ചെയ്യേണ്ട ടഫ് ജോലിക്കും ടഫ് ട്രെയിനിങ്ങിനും അവർക്ക് കൊടുക്കുന്ന ഈ ചീസും ചോക്ലേറ്റും ഒക്കെ അവർ കഴിക്കാതെ വെളിയിരിക്കുക. ഇതെന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? ഒരു പടയാളിക്ക് ദൈവം കൊടുക്കുന്ന ട്രെയിനിങ് എന്തിനാണ്? ടഫ് ട്രെയിനിങ്ങാണ് നമുക്ക് ദൈവം തരുന്നതാണോ? ഈ ചീസും എല്ലാം അടിച്ച് ചോക്ലേറ്റും എല്ലാം അടിച്ചിട്ട് ചുമ്മാ കിടന്ന് ഉറങ്ങാനാണോ ദൈവമക്കളെ? അപ്പോൾ ഇവരൊക്കെ എപ്പോഴും നമ്മൾ നോക്കിയാലും ടഫായിട്ടാണ് നിൽക്കുന്നത്. ഒരു പടയാളി എന്ന് പറയുന്നത് ഏത് സമയത്തും യുദ്ധം വരാം. യുദ്ധം വന്ന് എന്ത് ചെയ്യണം? അവർ ബോർഡറിലും അവരുടെ ഡ്യൂട്ടി എന്തോ, നാവിഗേഷൻ, ഫ്ലൈയിങ് എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെയിലിംഗ് അതെല്ലാം ചെയ്താലേ പറ്റൂ. അതുകൊണ്ട് അവരെ ടഫായിട്ടാണ് നമ്മളെ എന്തുവാ കർത്താവ് വിളിക്കുന്നത്? ഈ തരുന്ന ട്രെയിനിങ് എല്ലാം എന്തിനാണ്? ഞാനിതെല്ലാം പറഞ്ഞ വേറെ ഒന്നിനും അല്ല. ഈ ട്രെയിനിങ് എല്ലാം തരുന്നത് എന്തിനാണ്? ട്രെയിനിങ് തരുന്നുണ്ടോ? പരിജ്ഞാനത്തിൽ പല ആൾക്കാരോട് സംസാരിക്കുവാൻ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ചിലർക്ക് നല്ല ചിരിക്കാനുള്ള കഴിവാണ്. അത് എത്ര ആവശ്യമാണെന്നറിയാം. ഒരു ട്രാക്റ്റ് കൊടുക്കുമ്പോഴൊക്കെ, ട്രാക്റ്റ് കൊണ്ട് നമ്മൾ നടക്കുമ്പോഴേ ആൾക്കാർ നമ്മളോട് എങ്ങനെയാണ് നോക്കുന്നത്? ഇന്നൊന്നും വേറെ പണിയില്ല. പല മൈൻഡഡ് RSS മൈൻഡഡ് തൊട്ട് പല മൈൻഡഡ് ആൾക്കാർ കാണുമല്ലോ. ഇവൻ ഇറങ്ങിയിരിക്കുക അവൻ്റെ മതം പ്രചരിപ്പിക്കാൻ എന്ന് വിചാരിച്ച് നമ്മളെ നോക്കുമ്പോൾ നമ്മളൊരു നല്ല $1 million സ്മൈൽ എന്നൊക്കെ പറയില്ലേ, നല്ലൊരു ചിരി പല്ലെല്ലാം കാണി ഒന്ന് വായിച്ചാണ്ട് ആ ചിരിയിൽ എന്ത് ചെയ്യണം? അവരത് വായിക്കണം. അതൊരു കൃപയാണ് ദൈവമക്കളെ. പല ദൈവദാസന്മാരും പല സുവിശേഷകരും ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിങ്ങനെ കൊടുക്കുന്ന ഉള്ളവരൊക്കെ പലപ്പോഴും ഇറങ്ങുമല്ലോ, അവർക്കാണല്ലോ കൂൾ ഫ്രീ ടൈം. ഇത് ഭയങ്കര ഇങ്ങനെ കട്ട മീശൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് വഴക്ക് പറയുന്ന സ്റ്റൈൽ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ചിരിയിൽ എത്ര പൊളൈറ്റായിട്ട് നമ്മൾ ഒരാളെ എങ്ങോട്ടാണ് ആകർഷിക്കേണ്ടത്? അതൊക്കെ ബിസിനസ് മാനേജ്മെൻറ്റിലും ക്യാൻവാസ് ചെയ്യുവാനും എങ്ങനെ പൊളൈറ്റായിട്ട് സംസാരിക്കുവാനും അവിടെ പോലും സ്തോത്രം. അപ്പോൾ നമ്മളൊരു പടയാളിയായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതിന് എന്തൊക്കെ ട്രെയിനിങ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവിധ ഇവിടെയൊക്കെ നമ്മൾ വായിച്ച വാക്യം കണ്ടല്ലോ, എല്ലാവിധ ഓൾ നോളജ് ഓഫ് ഗോഡ്, എല്ലാവിധ ജ്ഞാനവും പരിജ്ഞാനവും. അതിൽ ചിലത് ചിലർക്ക് വേണം, ചിലത് ചിലർക്ക് വേണം എന്നല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എന്തിനാ ഞാൻ നിങ്ങൾക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ എഴുതിയേക്കുന്നത് ദാറ്റ് യു വാക്ക് വേർതി ഓഫ് ഗാഡ്. ആ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ദൈവത്തിന് യോഗ്യമാമണ്ണം നടക്കണം. എങ്ങനെയാണ് യോഗ്യമാമണ്ണം? അതിൻ്റെ ഓരോ പോയിൻറ്റ്സ് ആണ്. ഒന്ന്, ദൈവത്തെ പൂർണ്ണമായിട്ട് പ്രസാദിപ്പിച്ച്, ബൈ ഫുള്ളി പ്ലീസിങ് ഹിം. അടുത്തത് അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ചില്ലേ. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിനെ യോഗ്യമാകുവാണ് നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞവരെ. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച്, ബി ഫ്രൂട്ട്ഫുൾ ഇൻ എവറി ഗുഡ് വർക്ക്. സൽപ്രവൃത്തി എന്ന് പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തുവാ? ആരെങ്കിലും അമ്മ അപ്പ പറയുമ്പോൾ ഒരു രൂപ എടുത്ത് കൊടുക്കും, അത് ദാനധർമ്മം. അല്ലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സഹായിച്ചു. ഇത് യേശുവിൻ്റെ മനസ്സുള്ളവർ, സ്നേഹമുള്ളവർ നമ്മൾ ചെയ്യും. ഒരാൾ വിശന്നിരിക്കുമ്പോൾ അവനോട് വചനം പറഞ്ഞ് നീ ശുദ്ധീകരണം പ്രാപിക്കണം എന്നൊന്നും പറയുന്നതിനേക്കാൾ ആദ്യം അവന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് വേണം ബൈബിൾ പറയുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് ഉള്ളപ്പം വി വിൽ ഡു ഇറ്റ്, വി ഷുഡ് ഡു ഇറ്റ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. ആ ചാരിറ്റബിൾ വർക്കല്ല സൽപ്രവൃത്തി.
ഗുഡ് വർക്ക്. ആരാ നല്ലവൻ? നല്ലവൻ്റെ വേലയാ, ഇല്ലേ? അപ്പം സകല ദൈവത്തിൻ്റെ ആ നല്ല പ്രവൃത്തി അല്ല, നല്ലവൻ്റെ വേല ചെയ്യുവാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് എഴുതിയിരിക്കുന്നത്? യെസ്, നമ്മൾ മറ്റുള്ളവരോട് പറയുവാനും അവരെ എല്ലാ രീതിയിലും, സ്തോത്രം, ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് എങ്ങനെയൊക്കെയാ കർത്താവിന് വേണ്ടി പ്രയോജനമായി തീരണം, അവിടെയൊക്കെ ആ നല്ല പ്രവൃത്തി ചെയ്യുവാൻ ഈ വചനമാണ് നമ്മളതിന് വേണ്ടി യോഗ്യരാക്കി തീർക്കുന്നില്ലേ? നമ്മളെ അങ്ങനെ ആക്കി തീർക്കുന്നത് എങ്ങനെ? നമ്മൾ ആരും അങ്ങനെ ജനിച്ചപ്പോൾ അത്ര നല്ലവന്മാരൊന്നും ആയിരുന്നോ? ഒന്ന് റിവൈൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പനോ അമ്മയോടൊക്കെ ഇപ്പം നിങ്ങൾ നല്ലവരാന്ന് പറഞ്ഞാലും ഞാൻ ഉടനെ ചെന്ന് നിങ്ങളുടെ പേരൻസിൻ്റെ നമ്പർ അവരുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുക, അല്ല സഹോദരങ്ങളോ ചോദിച്ചാൽ കറക്റ്റ് നിങ്ങൾ ആരായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു തരുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ മാറ്റുന്നത്. ഞാൻ ആ ഭാഗം ഇന്നലെ ഒന്ന് വായിക്കുമായിരുന്നു. 2 തീമോത്തിയോസ് 3:16-17. നിങ്ങൾ ഈ വചനം വായിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും തോന്നല്ല, നമുക്ക് വേറെ ഫിലോസഫി ഒന്നും ഇവിടെ പറയാൻ പറ്റത്തില്ലല്ലോ. റെഫറൻസസ് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വചനത്തിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് പിന്നെ അതിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. 2 തീമോത്തിയോസ് 3:16-17. 2 തിമോത്തി 3:16-17. എല്ലാ തിരുവഴുത്തും ദൈവവിശ്വാസീയമാക്കിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസ്ത്രത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത്. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതിൻ്റെ ഡെപ്തിലേക്ക് കടക്കുന്നില്ല. ഈ ദൈവവചനം ഇറ്റ് ഈസ് ഗോഡ്സ് ബ്രത്ത്, ദൈവത്തിൻ്റെ ശ്വാസമാണ്, അത് വ്യക്തമാണല്ലോ. അതുകൊണ്ട് ഈ ശ്വാസമൂതിയാണ് മണ്ണായ ആദാമിനെ ജീവിപ്പിച്ച്, ഇല്ലേ? മണ്ണുകൊണ്ടുണ്ടാക്കി, മണ്ണാങ്കട്ട എന്നൊക്കെ നമ്മൾ പറയും. ആ മണ്ണിലോട്ട് ദൈവത്തിൻ്റെ ശ്വാസം ഊതിയപ്പോൾ അതിൻ്റെ അകത്ത് മൈക്രോ ഓർഗാനിസം എങ്ങനെ അത് പറയും, ഇത്രയും ഓർഗൻസ് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു വലിയ സിസ്റ്റമായി മാറി, ഇല്ലേ? കോംപ്ലക്സ് സിസ്റ്റമാണ്. നമ്മളത്ര സിമ്പിൾ സിസ്റ്റം ഒന്നുമല്ല, വലിയൊരു കോംപ്ലക്സ് സിസ്റ്റമായി മാറി. അപ്പോൾ ദൈവത്തിൻ്റെ ശ്വാസം, ആ ജീവനാണ് ഇന്നും നമ്മളെ ജീവനോടുകൂടി നിലനിർത്തുന്നത്. അപ്പോൾ ഈ ശ്വാസമാണ് ദൈവവചനവും ശ്വാസമാണ്. ദൈവവചനം നമ്മളെ ജീവിപ്പിക്കും. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ദൈവവചനം നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ മാറ്റം വരുന്നത്? സകല സൽപ്രവൃത്തിക്ക് നമ്മളെ യോഗ്യരാക്കി, തികഞ്ഞവരാക്കി, പെർഫെക്റ്റിങ് അസ്. എന്നിട്ട് നമ്മുടെ എവിടെയൊക്കെയുള്ള തെറ്റുകൾ ഏറിയൊക്കെ നമ്മളെ ശാസിക്കും. ആരും വചനം കേട്ടു, എന്നെ കുത്തി, എന്നോട് സംസാരിച്ചു, എന്നോടാ പറഞ്ഞത് എന്നാരും പറയേണ്ട. വചനത്തിൻ്റെ പ്രത്യേകതയാണത്, അല്ല അത് വചനമല്ല. ഞാൻ കഥ പറഞ്ഞാൽ, ഇവിടെ കുറച്ച് കഥകൾ പറഞ്ഞാൽ, ഫിലോസഫി പറഞ്ഞാൽ, കറണ്ട് ന്യൂസ് ഒന്നും പറഞ്ഞാൽ നിങ്ങളെ കുത്തത്തില്ല. പക്ഷെ വചനം ആഴത്തിൽ സംസാരിക്കുമ്പോൾ ഇതാദ്യം എന്നെ കുത്തും, പിന്നെ ഇത് ഇരുവായ തലയുള്ള വാളാണ്. ഇതാരെയും നമ്മളൊക്കെ ചെത്തി എന്ത് ചെയ്യും? റെഡിയാക്കും, പെർഫെക്റ്റിങ് അസ്. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ശ്വാസമാണ്, നമുക്ക് ജീവൻ നൽകും. ജീവൻ നൽകുന്നത് എങ്ങനെയാ? പെർഫെക്റ്റിങ് അസ്. ശാസിക്കും, ഗുണീകരിക്കും, തർജിക്കും, ഉപദേശിക്കും. ഈ ദൈവവചനത്തിൽ കൂടാണ് നമ്മൾ ആ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, സകല സൽപ്രവൃത്തിക്കും നമ്മളെ വക പ്രാപിച്ച്. കംപ്ലീറ്റ് ഇൻ എവറി ഗുഡ് വർക്ക് എന്ന ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. എബ്രായ ലേഖനം കൂടെ ഒന്ന് വായിച്ച 13:20-21. ഹീബ്രു 13:20-21. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അതിൻ്റെ അവസാനത്തെ ഭാഗം സോ സൂപ്പർ, അല്ലേ? യേശുവിനെ ആദ്യം വർണ്ണിച്ചാ പറയുന്നത്, ആ വലിയവനായ ദൈവം. ഇവിടെ എഴുതിയേക്കുന്ന സകല നന്മയിലും, മേക്ക് യു കംപ്ലീറ്റ് ഇൻ എവ്രി ഗുഡ് വർക്ക്. ദൈവത്തിന് പ്രസാദമുള്ളത് യേശു മുഖാന്തരം നമ്മളിൽ പ്രവർത്തിക്കണം. ദിസ് ഗുഡ് വർക്ക് ഷുഡ് ബി റിവീൽഡ് ഇൻ അസ്. ഈ നല്ല പ്രവൃത്തി എന്നിലും നിങ്ങളിൽ, പാസ്റ്ററിൽ മാത്രമല്ല, സഭയിലുള്ള അല്ലെ നമ്മൾ പ്രിയ ദൈവമക്കളായിരിക്കുന്ന നമ്മളിൽ എല്ലാവരും. അപ്പോൾ ഈ ദൈവവചനത്തിൽ കൂടെ, യേശുവിൽ കൂടെ, നേരത്തെ നമ്മൾ വായിച്ച വാക്യം അവിടെ എഴുതിയിട്ടുണ്ട് ദൈവവചനത്തിൽ കൂടെ. ഇവിടെ ഈ വാക്യം ഇവിടെ എബ്രായയിൽ തേക്കുന്ന യേശുവിൽ കൂടെ ദൈവം നമ്മളെ പെർഫെക്റ്റ് ആക്കുക. സകല നന്മയ്ക്കും സകല നല്ല പ്രവൃത്തിക്കും നല്ലവൻ്റെ വേലയ്ക്കും നമ്മളെ യോഗ്യരാക്കി, നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി. ഇതിൻ്റെ അകത്തൊക്കെ ഒത്തിരി ഡെപ്ത് ഉണ്ട് ദൈവമക്കളെ. ഓരോ വാക്യങ്ങൾ ഒരു ദിവസം ഇരുന്ന് ചിന്തിക്കാനുള്ളതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മൾ ആ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും, തിരിച്ച് നമ്മുടെ വാക്യത്തിലെ കൊലോസ്യത്തിൽ വരുമ്പോൾ അടുത്ത പോയിന്റ് എന്തോടെ എഴുതിയേക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരെ 2 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ഇൻക്രീസിങ് ഇൻ ദ നോളജ് ഓഫ് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം. രണ്ടാമത്,
ദൈവ ഇഷ്ടത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അതും അവിടെ എഴുതിയിട്ടുണ്ട്. നോ ദ വിൽ ഓഫ് ദ ലോഡ്. ഇത് രണ്ടിലും ഞാൻ എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഇത്ര നാളായി, ഒരു സാധാരണ ഇങ്ങനെ പോകുന്നു, ഒരു ഓഫറിംഗ് ഒക്കെ ഇടുന്നു, അല്ലെ പായൊക്കെ വിരിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, ആരാധനയ്ക്ക് വരുന്നു. ശരിക്കും ഞാൻ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? എൻ്റെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന. അപ്പോൾ ആദ്യം ദൈവം ആരാണ്? അതല്ലേ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം എന്തുവാ? ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. പുതിയ നിയമത്തിൽ പലപ്പോഴും ആൾക്കാർ വിചാരിക്കും ഞാൻ തെറ്റ് കിട്ടും, എനിക്ക് അടി കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മിടുക്കനായി നടക്കുന്നു. എത്ര പേര് അവർ അഹങ്കാരത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്നറിയാം. എനിക്ക് അടി കിട്ടിയില്ലല്ലോ. പഴയ നിയമത്തിലായിരുന്നു ഭൂമി പിളർന്ന് എന്ത് ചെയ്യും? ഈ മത്സരിച്ചോ ശിക്ഷയാണ്, ഓൺ ദ സ്പോട്ട് ശിക്ഷയാണ്. ദൈവത്തിൻ്റെ ആലോചനയോട് മത്സരിച്ചോ, അഭിഷക്തൻ്റെ എതിരെ നിന്നോ. മിരിയാമിൻ്റെ ഇളയ ബ്രദറാ മോശ. അപ്പോൾ ചേച്ചി എന്നുള്ളൊരു അഹങ്കാരത്തിൽ പിന്നെ അവൻ അഭിഷക്തനാണോ അല്ലയോ നോക്കിയില്ല. അവൻ്റെ എതിരെ എന്ത് ചെയ്തു? മോശ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ എതിരെ അങ്ങ് പറഞ്ഞു. കുഷ്ഠമാണ് വന്നത്. എന്തുവാ വന്നത്? കുഷ്ഠം വന്നാൽ പിന്നെ അറിയാമല്ലോ, കുഷ്ഠം ഇത് തിന്ന് അങ്ങ് വിരൽ തിന്നും, ഓരോ അവയവങ്ങൾ തിന്ന്. നിങ്ങൾ കണ്ടുണ്ടോ കുഷ്ഠരോഗിയുടെ വിരൽ കൊഞ്ഞായി വരുന്ന? ഇത് തിന്നുന്ന വൈറസാണ്. അത് കുഷ്ഠരോഗി ആശുപത്രിയൊക്കെ ഇവിടെ അടുത്ത് പുത്തൻകുരിശിലുണ്ട്. ഇത് തിന്ന് അങ്ങ് തീർക്കും. അല്ല വെറും വെളുത്ത് വരുമല്ല, ഇതങ്ങ് തിന്ന് തീർക്കും. അങ്ങനെ ഒരു ലെപ്രസി നമ്മളെ മനുഷ്യനെ കാർന്ന് തിന്നുന്ന ഒരു ഡേഞ്ചറസ്, അത് ഒത്തിരിയൊക്കെ കുറഞ്ഞു എങ്കിലും ഉണ്ട്. അപ്പം മിരിയാമിന് എന്തുവാ വന്നത്? മിരിയാം വർഷിപ്പ് ലീഡറായിരുന്നു. ഇസ്രയേലിൻ്റെ ആരാധിച്ച അല്ലെങ്കിൽ ജനങ്ങളെ എൻകറേജ് ചെയ്ത ഒരു സുശേഷകി, ഒരു സഹോദരിയായിരുന്നു മിരിയാം. ഞാൻ വേറൊന്നുമല്ല പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ആരൊക്കെ ബിലിയാമായിക്കോട്ടെ, ആരൊക്കെ ശൗലായിക്കോട്ടെ, ഓൺ ദ സ്പോട്ട് പണിഷ്മെൻറ്റ്. പുതിയ നിയമത്തിൽ നമ്മൾ പലപ്പോഴും ഉടനെ അടി കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്തോ വിചാരിക്കുന്നത്, ഇതിനൊന്നും ദൈവം അടിക്കത്തില്ല, ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. പുതിയ നിയമമായതുകൊണ്ട് നമുക്ക് കുറച്ച് ലിബറലാകാം, നമുക്ക് ഇഷ്ടമുള്ളതിലൊക്കെ പോകാം, പിന്നെ ഒന്ന് എല്ലാം. പുതിയ നിയമത്തിലെ പ്രത്യേകത എന്തുവാണെന്നറിയാം? എല്ലാം കർത്താവ് എഴുതി വെച്ചിരിക്കുക ലിസ്റ്റിൽ. നമ്മുടെ പുസ്തകത്തിൽ എൻ്റെ പേജിൽ എഴുതി വെച്ചിരിക്കുക. ഇതിന് ലോകത്തിലും കിട്ടും അടി, ഒന്നിച്ച് കിട്ടും. ഈ പലിശ ചേർത്ത് കിട്ടും എന്ന് പറഞ്ഞാൽ ലോകത്തിലും കിട്ടും എന്ന് വചനം പറയുന്നു. അവനവൻ ചെയ്തതിന് അതിനുള്ള ഫലം അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പം ലോകത്തിലും കിട്ടും, പിന്നെ അവസാനം നിത്യജീവൻ എന്ത് ചെയ്യും? കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടത്തില്ല. അപ്പം അത് ഇതാ വലിയ ഡേഞ്ചറസ്. പഴയ നിയമത്തിൽ ഉടനെ അങ്ങ് അടി കിട്ടി. ദാവീദ് ഒരു സ്ത്രീയെ കണ്ടു മോഹിച്ചു പാപം ചെയ്തു. ഓൺ ദ സ്പോട്ട് ആ സ്ത്രീയിൽ നിന്നുണ്ടായ മകൻ എന്ത് ചെയ്തു? മരിച്ചുപോയി. നിലമ്പാട് വീണ് കരഞ്ഞ് ഉപവസിച്ചു പ്രാർത്ഥിച്ചു, എന്നെ ശിക്ഷിക്കല്ലേ, കർത്താവ് ശിക്ഷിച്ചു, മരിച്ചുപോയ മകൻ. അപ്പം ആരഭിഷക്തനാണെന്നൊന്നും അറിയണ്ട, ഓൺ ദ സ്പോട്ട് പണിഷ്മെൻറ്റ്. പുതിയ നിയമത്തിൽ ഈ ഗ്രേസ് ഉള്ളതുകൊണ്ട്, കൃപയുള്ളതുകൊണ്ട് ഡോണ്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്. കർത്താവിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. കർത്താവ് അവിടെ എഴുതി കൂട്ടി വെക്കുക എന്നുള്ളൊരു സത്യം നമ്മൾ ഓർക്കണം. കർത്താവിൻ്റെ ഉഗ്രകോപം നമ്മുടെ ആരുടെ മേൽ വരാതിരിപ്പാൻ നമ്മൾ വളരെ പ്രാർത്ഥനയോട് ദൈവഭയത്തോടെ. ഇപ്പോൾ ഇവിടെ ആരാ ദൈവം? ഈസ് എ ഗോഡ് ഹു പണിഷസ്? കോംപ്രമൈസ് ഉള്ളൊരു ദൈവമാണോ? എൻ്റെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് കർത്താവേ അറിയാമല്ലോ, ഞാനങ്ങ് ഒത്തിരി കരഞ്ഞ് ഞാൻ ഈ ചിലരൊക്കെ എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും പറയും, ഐ ആം നോട്ട് എ പേഴ്സൺ ഹു ക്യാൻ ബി ഈസിലി ഇൻഫ്ലുവൻസ്. അല്ലേ, ഞാൻ ഒന്നാമത് കൗൺസിലിൽ നിൽക്കുന്ന ദൈവദാസനാണ്. നിങ്ങൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാമെന്നല്ലാതെ ഞാൻ ആ വിഷയത്തിൽ അങ്ങനെ തീരുമാനം എടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പലരോട് പറയേണ്ട വന്നു. വേറൊന്നുമല്ല, അവർ വിചാരിക്കുന്നത് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ കച്ചവടമായിക്കോട്ടെ, എന്തെങ്കിലും ഒരു വിഷയമായിക്കോട്ടെ, അതിലേക്ക് കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുക. ഇനി മനുഷ്യനെ കുറേ അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ മനുഷ്യനല്ലേ നമ്മളങ്ങ് വീണെന്നിരിക്കും. ദൈവമോ, നമ്മൾ ഈ കരഞ്ഞ് പറഞ്ഞ് കർത്താവ് എൻ്റെ സാഹചര്യമാണല്ലോ ഉണ്ട്, ഇതൊന്നും കർത്താവ് കേൾക്കത്തില്ല. സ്തോത്രത്തോട് നമ്മുടെ പ്രാർത്ഥനാ വിഷയം പറയുവാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തിൻ്റെ കൗൺസിലർ ആകാം എന്നല്ല. ആർ യു ദ കൗൺസിലർ ഓഫ് ഗോഡ് എന്നാണ് ബൈബിൾ ചോദിക്കുന്നത്. അപ്പം ദൈവത്തിന് അങ്ങോട്ട് ആലോചന പറഞ്ഞാൽ ദൈവം കേൾക്കുന്ന ഒരാളല്ല. അപ്പം ഇതൊക്കെ നമ്മൾ അറിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനുവേണ്ടി വി വോണ്ട് ട്രൈ ഫോർ ഇറ്റ്, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കത്തില്ല. നമ്മുടെ ആ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കളയത്തില്ല. ദൈവത്തെ വെറുതെ നമ്മൾ കോപിപ്പിക്കത്തില്ല. ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെന്നും പരിശോധിച്ച് ഇഷ്ടമല്ലാത്തത് വി വിൽ സ്റ്റേ അവേ ഫ്രം ഇറ്റ്, അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കും. അങ്ങനെ ദൈവം നമ്മളെ സഹായിക്കണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും. അപ്പം ഞാൻ തന്നെ ഈ മരുഭൂമി യാത്രയിൽ കർത്താവിനെ രുചിച്ചറിയണം, ഇല്ലേ? ഇതൊരു അനുഭവമാണ്, ഇതൊരു അടുപ്പമാണ്. രുചിച്ചറിഞ്ഞ് അതിലാണ് ഞാൻ വർദ്ധിച്ചു വരുന്നത്, വളർന്നു വരുന്നത്. ഇത് പലരും സ്ഥിരം കേൾക്കുന്ന ചില ഉദാഹരണമാണ്. D.L. മോഡി അങ്ങനായിരുന്നു. മുടി
അല്ലെങ്കിൽ ഇന്ന ആൾ ആരുടെയെങ്കിൽ വില്ലേങ്കാരി തൊട്ടങ്ങ് തുടങ്ങും. സാരാംപൂർ യൂണിവേഴ്സിറ്റിയൊക്കെ താൻ നിമിത്തമാണല്ലോ വന്നത്. അപ്പോൾ കൽക്കട്ടയിൽ താൻ പ്രവർത്തിച്ച പ്രവർത്തനം തൊട്ട് അതിൻ്റെയൊക്കെ പേരുകൾ ഈ ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചരിത്രമൊക്കെ സഭാചരിത്രമൊക്കെ പഠിക്കുമ്പോൾ വരുന്ന ചില ക്യാരക്ടേഴ്സാണ്. അല്ലെങ്കിൽ ഇനി മുൻപോട്ട് വരുമ്പോൾ റെയ്നാർഡ് ബോങ്കയുടെയോ വേറെ ഏതെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ പേരുകൾ എടുത്തങ്ങ് പറയും. അവർക്ക് അനുഭവങ്ങളുണ്ടെങ്കിൽ അവർക്ക് കൊള്ളാം. ദേ ഗ്രൂ ഇൻ ഫെയ്ത്ത്. ഞാൻ വളരണമെങ്കിൽ എനിക്ക് അനുഭവം ഉണ്ടാകണം, ഞാൻ അനുഭവിച്ചറിയണം. വേറെ ആർക്കെങ്കിലും കർത്താവ് സൗഖ്യദായകനായിരുന്നെങ്കിൽ അതൊന്നും എന്നെ കർത്താവിൽ വിശ്വസിക്കാൻ ഒന്ന് എൻകറേജ് ചെയ്യും. അപ്പോൾ അങ്ങനെ സൗഖ്യപ്പെടുത്തുമെന്നൊരു അറിവ് തരും എന്നല്ലാതെ എൻ്റെ ഒരു പ്രശ്നത്തിൽ ഞാൻ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ ദാവീദ് പറഞ്ഞ പോലെ കരടി വരട്ടെ, സിംഹം വരട്ടെ, അതിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് എന്നെ വിടുവിച്ച കർത്താവ് ഈ അഗ്രചർമ്മിന ഈ ജയൻറ്റിൻ്റെ മുമ്പിൽ നിന്നും അവന് ദാവീദ് കൊച്ചു പയ്യനെ ക്രഷ് ചെയ്യുവാനുള്ള ആരോഗ്യമുള്ള അവൻ്റെ റിബ്സും കഴുത്തും എല്ലാം കൂടെ എന്ത് ചെയ്യും? വാളൊന്നും വേണ്ട ദാവീദിനെ, ഇങ്ങനെ അവർ പീഡിച്ച് ഞെരുക്കുവാനുള്ള ആരോഗ്യമുള്ള ഒരു രാജ. അവൻ്റെ ഗർജനം അപ്പുറത്തെ പർവ്വതത്തിലിരുന്ന് കേട്ടിട്ട് ഇവിടെ 7 അടി പൊക്കമുള്ള ശൗല് പടച്ചട്ടയും ഇട്ടുകൊണ്ട് മുറിക്കകത്ത് പേടിച്ചിരിക്കുക. ഒരു കാലത്ത് അഭിഷക്തനായ ശൗൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അവൻ്റെ വലിപ്പം എത്ര, അവൻ്റെ സൗണ്ട്, അവൻ്റെ ഗർജനം എത്ര. അവിടെ സ്തോത്രം ഹല്ലേലൂയ. ആ അനുഭവങ്ങളാണ് എന്നെ സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച കർത്താവ്. അല്ലെങ്കിൽ ഒരാൾ ഇവൻ്റെ മുമ്പിൽ ചാകാൻ വേണ്ടി പോകുമോ? ഒരു കമ്പും 2 കല്ലുമായിട്ട് പോകുമോ? ഞാൻ വരുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ്. ഞാൻ വരും, നിൻ്റെ തല വെട്ടും, അത് ഞാൻ ആകാശത്തിലെ പക്ഷികൾക്ക് കൊടുക്കുമെന്ന്. ദൈവത്തിൻ്റെ ജനത്തിന് വിടുതലുണ്ടാവും ഞാൻ നിമിത്തം. God is using me as He's anointed me to do this ministry. ഈ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഇസ്രായേലിൽ ആരുമില്ല. അയോഗ്യനായ, ഒരു ട്രെയിനിങ് ലഭിക്കാത്ത പയ്യനായ എന്നെ ആണ് ദൈവം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നൊരു ഉറപ്പ് ദാവീദിനുണ്ടാകാൻ കാരണം എന്നാ? നമുക്ക് ഈ ദിവസങ്ങൾ ആ ഉറപ്പുണ്ടോ ദൈവമക്കളെ? ആ ഉറപ്പുണ്ടോ? ദൈവം എന്നെ ചില ശുശ്രൂഷ ചെയ്യുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ ഉറപ്പുണ്ടോ ദൈവമക്കളെ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അതാണ്. ഈ ദിവസങ്ങൾ നമ്മൾ ആ ഉറപ്പ് പ്രാപിക്കണം. പത്രോസ് ദൈവമക്കളോട് സഭയോട് പറയുന്നുണ്ട്, മേക്ക് ഷുവർ യുവർ കോളിംഗ്. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്ത് ചെയ്യണം? ഒന്ന് ഉറപ്പ് പ്രാപിക്കുക, സ്ഥിരമാകട്ടെ, അധികം സ്ഥിരമാക്കുക. അപ്പോൾ ഈ ദിവസങ്ങൾ ദൈവം ചില ആർക്കും ചെയ്യുവാൻ കഴിയാത്ത ചില ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? അതുകൊണ്ട് ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒന്ന്, അവൻ്റെ ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും വർദ്ധിച്ചു വരണം. രണ്ടാമത് എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വിളി, സ്തോത്രം, ദൈവ ഇഷ്ടം, ഇൻക്രീസ് ഇൻ ദ നോളജ് ഓഫ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവ ഇഷ്ടത്തെ പറ്റിയുള്ള ഒരു വാക്യം മാത്രം ഒന്ന് വായിക്കാം. 2 പത്രോസ് 3:17-18. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മുടെ കർത്താവും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവൻ ഇപ്പോഴും എന്നേക്കും മഹത്വമാകും. ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ദുഷ്ടന്മാർ പറയുന്ന കേട്ട് സാത്താൻ്റെ പദ്ധതി കേട്ട് നിങ്ങൾ മാറിപ്പോകല്ലേ, അതനുസരിച്ച് നിങ്ങൾ പോകല്ലേ. നിങ്ങൾ മാറിപ്പോകാതെ ഒരു സ്ഥിരത വേണമെങ്കിൽ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ എന്ത് ചെയ്യണം? വളരുവീൻ. പത്രോസ് പറയുക സഭയോട്, നിങ്ങൾ സാത്താൻ്റെ പദ്ധതിയും ചെവി വന്ന് പറയുന്ന ഐഡിയാസ് ഒന്നും കേട്ട് ഡോണ്ട് ബി ലെഡ് ബൈ ദ വിക്കഡ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രോ ഇൻ ദ നോളജ് ഓഫ് ഗോഡ് എന്നായിരിക്കും, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഒന്ന്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ. രണ്ടാമത്, നിന്നെ പറ്റിയുള്ള ദൈവ ഇഷ്ടത്തിൻ്റെ ജ്ഞാനത്തിൽ. പാസ്റ്റർ പറയുക നിന്നെപ്പറ്റി ഇന്നതാ വിളിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കണ്ട. നിങ്ങൾ പ്രവർത്തിക്കുകയും വേണ്ട. നിങ്ങളുടെ പ്രാർത്ഥനയിൽ, പേഴ്സണൽ പ്രാർത്ഥന, ദൈവം നിങ്ങളോട് പറയണം ഇതാണ് നിങ്ങളെ പറ്റിയുള്ള വിളി. അപ്പം അങ്ങനെ അതിൽ വളരുവാൻ തിരിച്ച് നമ്മുടെ കൊലോസ്യർ 11-ാമത്തെ വാക്യം കൂടെ വായിച്ചു നിർത്താം. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി യെസ്, അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടേണം. സകല സഹിഷ്ണുത എന്തുവാ? പേഷ്യൻസ്. പിന്നെ അടുത്തത് ദീർഘക്ഷമ, ലോങ് സഫറിങ്. ഇവിടെ 2 വാക്യം എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഈ ആത്മീയമായിട്ട് വളരുമ്പോൾ നിങ്ങളുടെ വിളി അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. യോസഫിൻ്റെ മേൽ വിളി ഉള്ളതുകൊണ്ട് അവനെ പിടിച്ച് പൊട്ടക്കയറ്റിയിടുന്നു, അവിടെ നിന്ന് എടുത്ത് അടിമയ്ക്ക് വയ്ക്കുന്നു. വേറൊരു സ്ഥലത്ത് ഒരു തെറ്റും ചെയ്യാതെ പൊത്തിഫറിൻ്റെ കാലത്ത് വിശ്വസ്തയോട് നിന്ന ആൾ പിടിച്ച് ജയിലിടുന്നു. ജയിലിലുള്ള മുഴുവൻ പാപികൾ ഇറങ്ങിപ്പോയിട്ട് ഈ ദൈവദാസൻ അതിൻ്റെ അകത്ത് കിടക്കുക. രാജാവാകേണ്ടവനാ, റൂളറാകേണ്ടവനാ.
അധികാരത്തിൽ ഭരിക്കേണ്ടവനാണ് ഇപ്പോഴും കിടക്കുക ജയിൽ. ഒറ്റ കാരണം എന്തുവാ? അവൻ്റെ മേലൊരു കോളിംഗ് ഉണ്ട്. അപ്പോൾ നിന്നോട് പോരാട്ടം ഇച്ചിരി കൂടുതലാണെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ നമ്മുടെ മക്കളോട് എപ്പോഴും അങ്ങനെ ശ്രദ്ധിച്ചോണം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആരാ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കേണ്ടത് എന്ന് നമുക്ക് കുഞ്ഞിലേ അറിയാം. മോശയെ കൊല്ലാൻ ശ്രമിച്ച പോലെ യേശുവിനെ പോലും എന്ത് ചെയ്തു? വിട്ടില്ല. യേശുവിനെ പോലും വെറുതെ വിട്ടില്ല സാത്താൻ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളിൽ വലിയ പോരാട്ടമൊന്നുമില്ല ഒരു കുഞ്ഞിനെങ്കിൽ അവൻ മിടുക്കനായിരിക്കും, പഠിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ വലിയ പോരാട്ടമൊന്നും ഇല്ലെങ്കിൽ ഓർത്തോണം, അവനൊരു ആവറേജ് സ്റ്റൈലാണ്. പക്ഷെ ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനമുള്ളവനോട് കുഞ്ഞിലേ തൊട്ട് ശക്തമായ പോരാട്ടമായിരിക്കും, അത് പല വിധത്തിൽ. അപ്പോൾ അവൻ ആരാ? പേരൻസ് അവനെ എന്തിനാ ട്രെയിൻ ചെയ്യേണ്ടത്? ശക്തനാക്കിയാൽ ട്രെയിൻ ചെയ്യണം, ഒരു കോംപ്രമൈസും കൂടാതെ. ശക്തനായ ദൈവത്തെ, യു സ്റ്റാൻഡ് ഫോർ ദ ലോർഡ്, യു ആർ കോൾഡ് ടു സ്റ്റാൻഡ് ഫോർ ദ ലോർഡ്. അത് ഇടയ്ക്കിടയ്ക്ക് അവരെ ആ വിളി ഓർപ്പിച്ചുകൊണ്ട് തന്നെ ട്രെയിൻ ചെയ്യണം. കർത്താവിന് വേണ്ടി ശക്തിയോടുകൂടി നിൽക്കേണ്ട ഒരു സഭയാണ് കൊലോസിയൽ സഭ. അപ്പോൾ നിങ്ങളെ പൊട്ടിത്തെറിപ്പിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കെടുത്തുവാനും നമ്മളെ അങ്ങ് ഡൗൺ ആക്കും സാത്താൻ. എന്ത് ചെയ്യും? നിന്നെ കൊണ്ട് കൊള്ളത്തില്ല, നീ എന്ത് ചെയ്യാനാ? എന്തൊക്കെ നമ്മളെ ഡൗൺ ആക്കാൻ സാത്താൻ അതൊക്കെ ചെയ്യും. അവിടെയൊക്കെ എന്തുവാ ബൈബിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊലോസ്യ സഭയോട്? ഒന്ന്, സഹിഷ്ണുത, പേഷ്യൻസ്. രണ്ടാമത്, ദീർഘക്ഷമ. എല്ലാത്തിനും റിയാക്ട് ചെയ്യണ്ട. സ്തോത്രം. ഇത് പറയാൻ വളരെ എളുപ്പമാണ്, പ്രസംഗിക്കുന്ന എനിക്ക് പോലും പറയാൻ എളുപ്പമാണ്. അത്യാവശ്യം നല്ലപോലെ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാനും മനസ്സിലാകണം. എന്തുവാണ്? പേഷ്യൻസ്, സഹിഷ്ണുത. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ മരുഭൂമി യാത്രയിൽ സഭയ്ക്ക് വേണ്ട, കുടുംബങ്ങൾക്ക് വേണ്ട, വ്യക്തികൾക്ക് വേണ്ട രണ്ട് വലിയ ഫാക്ടറാണ്. കാര്യം ഒരു യുദ്ധം ചെയ്യുന്ന ആൾ ചിലരിങ്ങനെ ചുമ്മാ കടകടകടകടന്ന് ഇടിക്കും. പടയാളിയായിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ചിലരിങ്ങനെ നോക്കി നിന്നിട്ട് ഒറ്റ കൊടുക്കും. അതോടുകൂടി അപ്പം അതിൻ്റെ ഈ കിടുകിട് കാണിക്കുന്ന സമയത്ത്, എതിർകക്ഷി കാണിക്കുന്ന സമയത്ത് ഇവിടെ എന്തുവാ ബുദ്ധിയുള്ള ഫൈറ്റർ ചിന്തിക്കുന്നത്? ഒരു പടയാളിയായിട്ടാണ് കർത്താവ് നമ്മളെ സെറ്റ് ചെയ്യുക. അപ്പം നമ്മൾ പേഷ്യൻ്റായിട്ട് അറ്റാക്ക് ചെയ്യാൻ കർത്താവ് പറയുമ്പോഴാണ് നമ്മൾ സാത്താനെ അറ്റാക്ക് ചെയ്യുക. അതുവരെ എന്ത് ചെയ്യണം? കൃപയോടുകൂടി, സത്യത്തോടുകൂടി, അവന് നമ്മുടെ ജീവിതത്തിൽ അവകാശം പറയാനില്ലാത്ത ഒരു കാര്യവുമില്ലാതെ ക്രമീകരണം പ്രാപിച്ച് പരിശുദ്ധാത്മാവ് അതിൻ്റെ കൺട്രോൾ നമ്മളോട് പറയും ഓരോ സമയത്ത് എങ്ങനെയായിത്തീരണം. അപ്പോൾ ദിസ് ഈസ് എ സ്പിരിച്വൽ വാർഫെയർ. അവിടെ നമ്മൾ തളർന്നു പോകാതിരിക്കണമെങ്കിൽ, മടുത്തു പോകാതിരിക്കണമെങ്കിൽ, ഡൗൺ ആയി പോകാതിരിക്കണമെങ്കിൽ ഇവിടെ രണ്ട് മെയിൻ ഫാക്ടർ. ഞാനിതിൽ ഒത്തിരി അതിനെപ്പറ്റി ചിന്തിച്ചു. ഒന്ന്, സഹിഷ്ണുത, പേഷ്യൻ്റ്. രണ്ടാമത്, ദീർഘക്ഷമ. ഈ രണ്ട് കാര്യങ്ങൾ ദൈവമക്കൾക്ക് വേണം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 7-ഉം 8-ഉം, ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 7 and 8. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻപടിയും പിൻപടിയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. ദീർഘക്ഷമയോടെ ഇരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. വണ്ടർഫുൾ വേഴ്സാണ്. കർത്താവിൻ്റെ വരവടുത്തു, നിങ്ങളെ ഇളക്കി കളയുവാൻ ശ്രമിക്കും വിളിയിൽ നിന്ന്, കൃപയിൽ നിന്ന്. അതുകൊണ്ട് ബി പേഷ്യൻ്റ്, ദീർഘക്ഷമയോടും ഇരിക്കീൻ. എസ്റ്റാബ്ലിഷ് യുവർ ഹാർട്ട്, സ്ഥിരത പ്രാപിപ്പീൻ, മാറിപ്പോകല്ല. നിങ്ങളെ ആ വഴിയിൽ നിന്ന്, കൃപയിൽ നിന്ന് മാറ്റിക്കളയാൻ സാത്താൻ ശ്രമിക്കും. മാറിപ്പോകല്ല. എസ്റ്റാബ്ലിഷ്, സ്ഥിരത പ്രാപിക്കുവാൻ, ദീർഘക്ഷമയുടെ. ആ 7-ഉം 8-ഉം 2 വാക്യത്തിൽ എത്ര പ്രാവശ്യമാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്? കർത്താവിൻ്റെ വരവ് അടുത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദീർഘക്ഷമയോടിരിപ്പീൻ. ബി പേഷ്യൻ്റ്. നമ്മൾ ആൾക്കാർ നിന്ദിക്കുന്നു, കളിയാക്കുന്നു, നമ്മുടെ പല കാര്യങ്ങൾ ചെയ്യാൻ നമുക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കർത്താവ് പറയുന്നത് ബി പേഷ്യൻ്റ്. നിങ്ങൾ ആരാന്നും, നിങ്ങൾ ഇത്രയും വില കൊടുത്ത് നിന്നത് ലോകം മുഴുവൻ അറിയാൻ പോകുന്ന ദിവസം എത്രയും പെട്ടെന്ന് വരുന്നു. ദൈവം നമ്മളെ ലോകത്തിൻ്റെ മുഴുവന് മുമ്പാണ് ന്യായദിവസത്തിൽ നമ്മളെ മാനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ദീർഘക്ഷമയുടെ. രണ്ടാമത്തെ വിഷയം ഇവിടെ എന്തുവാ? സഹിഷ്ണുതയോടിരിപ്പീൻ. അല്ല, നിങ്ങൾ വായിക്കേണ്ട കൊലോസിലേനെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുക. 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവജനം ആത്മീയമായിട്ട് വളരുന്നവരുടെ എല്ലാ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സഹിഷ്ണുത. സ്തോത്രം. അവിടെ ഒന്ന് വായിച്ചു, പെട്ടെന്ന് 3:12 ഒന്ന് വായിച്ചു. കൊലോസിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 12. ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. ദി എലക്ട് ഓഫ് ഗോഡ് എന്ന് എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ വൃദ്ധന്മാർ. ശരി, അത് വലിയ കാര്യമുണ്ട്. പെന്തിക്കോസുകാർ നല്ല എഴുതിയിരിക്കുന്നത്, സ്നാനപ്പെട്ടവർ നല്ല എഴുതിയിരിക്കുന്നത്,
ഒത്തിരി പേരില്ല എലക്റ്റഡ് മെമ്പേഴ്സ് ഒത്തിരി ഉണ്ടോ? ഇല്ല. ഇന്ത്യയിൽ എത്ര 1.7 മില്യൺ. അതൊക്കെ കഴിഞ്ഞ് മുൻപോട്ട് 1.9 പറഞ്ഞിരിക്കെ പോവും അക്കൗണ്ട് മുമ്പോട്ട്. 170 അല്ലെ 180 കോടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെയും മുൻപോട്ട്. എനിക്ക് കറക്റ്റ് ഇപ്പോഴത്തെ കണക്കറിയത്തില്ല, എന്തായാലും മാസം മുമ്പുള്ള കണക്കാണ്. മുൻപോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് എലക്റ്റഡ് മെമ്പേഴ്സ് എത്ര ഉണ്ട്? അതൊരു സംസ്ഥാനത്തിലാണെങ്കിലും അത് കേന്ദ്രത്തിലാണെങ്കിലും അത് ക്യാബിനറ്റിലാണെങ്കിലും ഒക്കെ എലക്റ്റഡ് മെമ്പേഴ്സ് വളരെ ചുരുക്കം. അതുപോലെ ഈ ലോകത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ ദേശത്തു നിന്നും ലോർഡ് ഹാസ് എലക്റ്റഡ് ഫ്യൂ പീപ്പിൾ. അതിൽ ഞാനുമുണ്ട്. ദൈവം തിരഞ്ഞെടുത്തതാണ്. എൻ്റെ വേറെ ഒരു യോഗ്യതയുമല്ല. ദൈവം എന്ത് ചെയ്തതാ? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ആ കോളിംഗ് പോരെ ചാടി ദൈവത്തെ സ്തുതിക്കുവാൻ. സന്തോഷം വന്നാൽ നമ്മൾ തുള്ളിച്ചാടി പോകത്തില്ലേ? സ്തോത്രം. ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെ തന്നെയാണ്. ടു ദി എലക്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വൃതന്മാർ നിങ്ങൾ ദീർഘക്ഷമയോടിരിക്കും. നേരത്തെ നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ കണ്ടു, സകല സഹിഷ്ണുത, ദീർഘക്ഷമ. ഇനി തിരിച്ച് നമ്മുടെ 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, കൊലോസ്യ ലേഖനം 1:11 വാക്യത്തിൽ എഴുതിക്കുമ്പോൾ ഈ വാക്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തിന് അവസാനം എഴുതിയിരിക്കുക, അവൻ്റെ ബലത്തിൽ ശക്തിപ്പെടുവേൻ. ഇല്ലേ? സ്ട്രെങ്തൻ വിത്ത് ദ ലോർഡ്സ് മൈറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരേണ്ടത്. അതിനുവേണ്ടി നിങ്ങളുടെ ബലം കൊണ്ട് പറ്റത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. നിങ്ങൾ ശക്തിപ്പെടണം. നമ്മുടെ പുറമേയുള്ള ശരീരത്തിന് ചിലപ്പം ക്ഷീണമായിരിക്കും. പൗലോസിൻ്റെയും ആയിരുന്നു, നമ്മളെക്കാൾ ക്ഷീണമായിരുന്നു പൗലോസിൻ്റെ പുറമേയുള്ള ശരീരത്തിന്. നമ്മൾ വായിച്ചില്ല, എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതി, ദാറ്റ് യുവർ ഇന്നർ മാൻ മൈറ്റ് ബി സ്ട്രെങ്തൻ. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ബലം അനുസരിച്ച്, അല്ലെങ്കിൽ ആ ബലത്തിൻ്റെ വല്ലഭത്വം അനുസരിച്ച്, അക്കോർഡിംഗ് ടു ദ ഗ്രേറ്റ് ഗ്ലോറിയസ് പവർ അക്കോർഡിംഗ് ടു ഹിസ് മൈറ്റ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന ആ നമുക്കത് പറയാൻ പറ്റത്തില്ല. ഒരു ലോകത്തിൻ്റെ ഒരു കാര്യം വർണ്ണിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി വർണ്ണിക്കുവാൻ വേർഡ്സ് ആർ നോട്ട് ഇനഫ്. അപ്പം ദൈവത്തിൻ്റെ ആ ബലത്തിൻ്റെ മഹത്വം അനുസരിച്ച് ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചാണ് നിങ്ങൾ ബലപ്പെടുന്നത്. ഇച്ചിരി ബലം പോരാ, പാസ്റ്ററിൻ്റെ അനുസരിച്ചുള്ള അത്രയുള്ള ബലം പോരാ, വേറെ ആരെങ്കിലും വലിയ ദൈവദാസൻ്റെ അനുസരിച്ചുള്ള ബലം പോരാ. ദൈവത്തിൻ്റെ ബലം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അഹത്തെ മനുഷ്യർ. ഈ ദിവസങ്ങൾ നമ്മൾ എന്തിനാണ് ദൈവമക്കളെ കോൺസെൻട്രേറ്റ് ചെയ്യണം? നമ്മൾ എന്തുവാണ്? എന്നിട്ടാണ് 12-ാമത്തെ വാക്യം വായിച്ചിട്ട് അവിടെ ആ ഒരു ഭാഗം, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ അടുത്തൊരു വാക്യം അവിടെ വായിച്ച് പറഞ്ഞിട്ട് പറയുക, നമ്മൾ അതിനു വേണ്ടി ആ സന്തോഷത്തോട് സ്തോത്രം ചെയ്യുന്നത്. നിങ്ങളെ അതിന് യോഗ്യരാക്കി തീർത്തതിനാണ് ഞാൻ സ്തോത്രം ചെയ്യുന്നത്. അതിനെ സങ്കീർത്തനക്കാരനൊക്കെ പറഞ്ഞു, എപ്പോഴും എൻ്റെ നാവിൽ നിന്ന് ഐ വിൽ കണ്ടിന്യൂസ്ലി ബ്ലസ് ദ ലോർഡ്. ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നത്, ഒന്ന്, എന്നെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തു. 2, അതിനു വേണ്ടി ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുന്നു. ആ ട്രെയിനിങ് ആണ് എവിടെയൊക്കെ മാറ്റം വരണം എന്ന് നമ്മളിവിടെ കണ്ടത്. ദൈവത്തിൻ്റെ ജ്ഞാനം, എൻ്റെ പറ്റിയുള്ള ദൈവവിളിയുടെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം, അത് ആ യാത്രയിൽ, മരുഭൂമി യാത്രയിൽ ഒത്തിരി വിഷയങ്ങളുണ്ടാവും. ദൈവമക്കളുടെ ജീവിതത്തിലാണ് ജാതികളെക്കാൾ ഏറ്റവും കൂടുതൽ വിഷയങ്ങളുണ്ടാകും. അതറിയാം. നമ്മുടെ കുടുംബങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അവിടെയൊക്കെ ദ ബൈബിൾ ടീച്ചേഴ്സ് അസ്, ഇന്ന് നമ്മൾ പകൽക്കാലം പരിശുദ്ധാൽ, ബി പേഷ്യൻറ്റ് ലോങ് സഫറിങ്. യെസ്, മലയാളത്തിൽ ദീർഘക്ഷമ, സഹിഷ്ണുത. അതിനുള്ള കൃപയാണ് നമുക്ക് വേണ്ടത്. അതിനെല്ലാം റിയാക്ട് ചെയ്ത് ജഡീകമായിട്ട് റിയാക്ട് ചെയ്യാൻ പോയാൽ നമ്മുടെ ആത്മീയ ജീവിതമാണ് ക്ഷീണിച്ചു പോകുന്നത്. നമ്മൾ ഓരോ സ്റ്റെപ്പ് കർത്താവ് നമ്മളെ കെട്ടിപ്പണി ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് അത് പൊടിച്ച് കളയല്ല. ഈ മണൽ കൊട്ടാരം ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും പണിത് വരുമ്പോൾ തട്ടിക്കളയുന്ന പോലെ കർത്താവ് നമ്മളെ പണിതുകൊണ്ടിരിക്കുക ഒരു പെർഫെക്ഷനിലേക്ക്. ഇടയ്ക്കിടയ്ക്ക് ആ പണിയെ ഡിസ്റ്റർബ് ചെയ്യില്ലേ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരും ദൈവം സഹായിക്കട്ടെ. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുക.